കെ ബാബുവിനെതിരായ കേസിൽ നിലപാട് മാറ്റി സുധീരൻ. ബാബുവിനെതിരായ വിജിലൻസ് നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് സുധീരൻ. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ബാബുവിനെതിരെയില്ല. കൃത്യതയോടെ പ്രതികരിക്കുന്നതിനാണ് ഇത്രയും കാലം കാത്തിരുന്നതെന്നും സുധീരൻ വ്യക്തമാക്കി. ഒരു മാസത്തിലേറെ നീണ്ട മൗനം സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ VM സുധീരൻ കെ ബാബുവിനെ പിന്തുണച്ച് രംഗത്തെത്തി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ എഴുതി കൊടുത്ത പ്രമേയം അദ്ദേഹം അതേപടി വായിക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ വിജിലൻസിനെ കരുവാക്കി നടത്തുന്ന അന്വേഷണ പ്രഹസനങ്ങളോട് യോജിക്കാനാവില്ല. ബാബുവിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലായി മാത്രമേ കാണാനാകൂ. കെ ബാബുവിനെതിരെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പ്രതി ചേർത്താൽ ഇതേ നിലപാടിൽ നിന്നും പിന്നാക്കം പോകുമോ എന്ന ചോദ്യത്തിന് VM സുധീരൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഏതെങ്കിലും നമുക്കൊരു മുൻകൂട്ടി ഒരു ധാരണയില്ലല്ലോ. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ എന്നിവർ VM സുധീരനെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്തി. സുധീരൻ ആദർശത്തിന്റെ തടവറയിലാണെന്നും അത് പാർട്ടി സംഘടനാ സംവിധാനത്തെ ബാധിക്കുമെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. 10 വർഷമായി പാർട്ടി യോഗത്തിന് കൃത്യമായി എത്താത്തതുകൊണ്ടാണ് മുല്ലപ്പള്ളി ഇങ്ങനെ പറയുന്നതെന്ന് VM സുധീരൻ തിരിച്ചടിച്ചു. KM മാണിയെ മടികൂടാതെ പിന്തുണച്ച സുധീരൻ ബാബുവിന്റെ കാര്യത്തിൽ പ്രതികരണം നീട്ടിക്കൊണ്ടുപോയത് അനൌചിത്യമായി പോയെന്ന് MM ഹസൻ കുറ്റപ്പെടുത്തി. DCC അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന ഉടൻ ആരംഭിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക് വ്യക്തമാക്കി. പൊതു സ്വീകാര്യത മാത്രമാവും ഇതിന്റെ മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. S ജീവൻകുമാർ, തിരുവനന്തപുരം. കേരളത്തിൽ BJPയുടെ അടിത്തറ BDJS ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BDJSന് നൽകിയ വാഗ്ദാനങ്ങൾ BJP പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും. BDJSനെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. BJP സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി BJP ദേശീയ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വീണ്ടും രൂക്ഷ വിമർശനവുമായാണ് BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് BDJS ആണ്. മാത്രമല്ല BDJS ചേർന്നതുകൊണ്ടാണല്ലോ BJPക്ക് ഇവിടെ 15% വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ 15% വോട്ട് എവിടെ ഇരിക്കുന്നു? അവർക്ക് ഇതിക്ക് മുമ്പ് കിട്ടിയത് 4-5% വോട്ടല്ലേ കിട്ടിയിരുന്നല്ലോ. എല്ലാ കാലത്തും BDJSനെ പറ്റിച്ച് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചു. അത് ഏതായാലും പരിഗണനയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നും എല്ലാവരെയും എക്കാലത്തും പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. SNDPയുടെ പിന്തുണയില്ലെങ്കിൽ കേരളത്തിൽ BDJSന്റെ ശക്തി ക്ഷയിക്കുമെന്നും BJP-BDJS കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടാൽ BJP കേരളത്തിൽ പഴയ അവസ്ഥയിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകി. BDJS അകന്നു പോവുകയും BJP ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ ദയനീയമായിരിക്കും അവരുടെ സ്ഥിതി. പറ്റില്ല. എങ്ങനെ ഉണ്ടാകാൻ? ആരാ വോട്ട് ചെയ്യാനിരിക്കുന്നത്? SNDPയുടെ B ടീമായി പ്രവർത്തിക്കാൻ BDJSനെ അനുവദിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരള രാഷ്ട്രീയ രംഗത്ത് BDJS രൂപീകരിച്ചതിന് ശേഷം SNDPയുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നുവെന്ന തിരിച്ചറിവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ BDJS-BJP ബന്ധത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. BDJS-BJP സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. പാർട്ടിക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ തുഷാർ, മൈക്രോ ഫിനാൻസ് കേസിൽ VSന്റെ നീക്കം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണെന്നും കോഴിക്കോട് പ്രതികരിച്ചു. അങ്ങനെ ഒരു അസംതൃപ്തി ഇല്ല. ഞങ്ങൾ സംബന്ധിച്ചുള്ള കാര്യം അത് വ്യക്തമായ എനിക്കറിയാം. കാരണം ഞാൻ തന്നെയാണ് ഈ അമിത് ഭായിയുമായും ഒക്കെ ചർച്ച നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമായി അറിയാമെന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റക്കെട്ടായി കൂടുതൽ സജീവമായി NDA മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജനറൽ സെക്രട്ടറി കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും BS അച്യുതാനന്ദൻ കേസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമല്ല. നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങളാണ്. നിയമപരമായി ഞങ്ങൾ നേരിടും. അത് ഞങ്ങളാരും ഭയപ്പെടുന്ന ഒരു പ്രശ്നമേ അല്ല. BJPയുടെ ദേശീയ കൗൺസിലിൽ സമാപനം. പാർട്ടി നയങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാപന സമ്മേളനത്തിലെ പ്രസംഗത്തിലാണ് അദ്ദേഹം അക്കാര്യം സൂചിപ്പിച്ചത്. BJPയെ തെറ്റായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആഗോളതാപനം തടയാനുള്ള പാരീസ് ഉടമ്പടി നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
പതിവ് ദേശീയ കൗൺസിൽ പ്രമേയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിവിധ മേഖലകളെ പ്രസ്താവിച്ച് ഒറ്റ രാഷ്ട്രീയ പ്രമേയമാണ് കോഴിക്കോട് നടന്ന BJP ദേശീയ കൗൺസിൽ പാസാക്കിയത്. അധികാരത്തിലെത്തിയ 2.5 വർഷക്കാലം സമസ്ത മേഖലകളിൽ BJP സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ പ്രതിപാദിച്ചാണ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത്. വൈകാതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു പ്രമേയം. ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഉന്നമനത്തിലൂടെ ഇന്ത്യയുടെ സർവ്വതോന്മുഖമായ വികസനമാണ് BJP ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമാപന സമ്മേളനത്തിൽ ആവർത്തിച്ചു. ദളിതരുടെ വികസനത്തിനായി ദീനദയാൽ ഉപാധ്യായ വിഭാവനം ചെയ്ത അന്ത്യോദയ പദ്ധതി BJP സർക്കാർ പൂർണ്ണമായും നടപ്പിൽ വരുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. देश के कोटि-कोटि जनों की आशा आकांक्षाएं पूर्ण करने के लिए हम सब पर निरंतर आशीर्वाद बने रहे ताकि हम गरीब का कल्याण कर पाएं, दलित पीड़ित शोषित वंचित का कल्याण कर पाएं, गांव गरीब किसान का कल्याण कर पाएं, पहले से अच्छा कर पाएं, अच्छे से भी और अच्छा करने का प्रयास करते रहे. ദേശീയ കൗൺസിലിൽ പങ്കെടുക്കാനായി 2 ദിവസം മുൻപ് കോഴിക്കോടെത്തിയ പ്രധാനമന്ത്രി പ്രത്യേകം ചാർട്ടർ ചെയ്ത ഹെലികോപ്റ്ററിൽ ഡൽഹിക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് BJP ദേശീയ കൗൺസിലിൽ പ്രത്യേക പ്രമേയം. ഭീകരർക്കെതിരായ യുദ്ധം ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. അന്തിമ വിജയം ഇന്ത്യക്കായിരിക്കുമെന്നും അമിത്ഷാ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു. ദേശീയ കൗൺസിൽ സമാപിച്ചു. പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൗൺസിലിൽ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചത്. പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഭീകരവാദികൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും. തീവ്രവാദികൾക്കെതിരെ രാജ്യം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അന്തിമ വിജയം ഇന്ത്യക്കായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. भारतीय जनता पार्टी जम्मू कश्मीर के उरी में स्थित भारतीय सेना के कैंप पर हुए आतंकी हमले की कड़ी निंदा करती है. इस जघन्य एवं कायरतापूर्ण हमले में 18 बहादुर जवान शहीद हो गए. हम शहीद जवानों के प्रति भावभीनी श्रद्धांजलि अर्पित करते हैं और उनके परिवार के प्रति संवेदना प्रकट करते हैं. देश इस बात के लिए संकल्पित है कि पाकिस्तान द्वारा प्रायोजित आतंकवाद का करारा जवाब दिया जाएगा. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പതാക ഉയർത്തിയതോടെയാണ് ദേശീയ കൗൺസിലിന് ഔപചാരികമായ തുടക്കമായത്. 1700 പ്രതിനിധികളാണ് കൗൺസിലിൽ പങ്കെടുത്തത്. കൗൺസിൽ വേദിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ NDA നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ വിരുദ്ധ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പ്രമേയ അവതരണവും ചർച്ചകളുമാണ് BJP ദേശീയ കൗൺസിലിനകത്തും നടന്നത്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. ഉറി ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി. ഇന്ത്യൻ സൈന്യം സംസാരിക്കുകയല്ല, പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യാറുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ തള്ളി പാകിസ്ഥാൻ രംഗത്തെത്തി. പാക് നഗരങ്ങളിൽ ഇന്ത്യ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ഉറി ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിലും പാകിസ്ഥാനെതിരെ വീണ്ടും അതിരൂക്ഷ വിമർശനം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയത്. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല. ജീവൻ നഷ്ടപ്പെട്ട സൈനികർക്ക് ആദരമർപ്പിക്കുന്നു. ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. സൈന്യം സംസാരിക്കുകയല്ല, പ്രത്യാക്രമണം നടത്തുകയാണ് ചെയ്യാറുള്ളതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. കാശ്മീർ ജനതയെ സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാണെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. പാക് നഗരങ്ങളിൽ ഇന്ത്യ ഭീകരവാദികൾക്ക് സഹായം നൽകുകയാണെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. കാശ്മീരിലെ ജനതയോട് ക്രൂരത കാണിക്കുന്നത് ഇന്ത്യയാണെന്നും പാക് വാർത്താവിതരണ മന്ത്രി പർവേസ് റാഷിദ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. 2 മാസത്തിനിടെ 3 തീവണ്ടി അപകടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ യാത്രക്കാർ ഭീതിയിലാണ്. കേരളത്തിൽ സർവീസ് നടത്തുന്ന തീവണ്ടികളിലെ കോച്ചുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ റെയിൽവേ മന്ത്രിയുടെ വ്യക്തിപരമായ ഇടപെടൽ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. വാർത്തകളിലേക്ക്. ബഹിരാകാശ വിക്ഷേപണത്തിൽ ചരിത്രം കുറിക്കാനൊരുങ്ങി ISRO. ഒരു റോക്കറ്റ് ഉപയോഗിച്ച് 8 ഉപഗ്രഹങ്ങളെ 2 ഭ്രമണപഥങ്ങളിലെത്തിക്കും. PSLV C-35 നാളെ രാവിലെ 9:12 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു റോക്കറ്റ് ഉപയോഗിച്ച് 2 ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. PSLV C-35 റോക്കറ്റ് ഉപയോഗിച്ച് 8 ഉപഗ്രഹങ്ങളെയാണ് നാളെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിക്കുക. രാവിലെ 9:12 വിക്ഷേപണം.
48 മണിക്കൂർ കൗണ്ട് ഡൗൺ പുരോഗമിക്കുകയാണ്. കൊടുങ്കാറ്റ് പ്രവചിക്കാൻ കഴിയുന്ന സ്കാറ്റ്സാറ്റ് 1 ആണ് പ്രധാന ഉപഗ്രഹം. 720 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഇത് വിക്ഷേപിക്കുക. മറ്റ് 7 ഉപഗ്രഹങ്ങൾ 670 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥങ്ങളിലും. റോക്കറ്റ് കുതിച്ച് 17 മിനിറ്റിൽ സ്കാറ്റ്സാറ്റും 2 മണിക്കൂറിന് ശേഷം മറ്റുപഗ്രഹങ്ങളും വിക്ഷേപിക്കും. 4 ഘട്ടങ്ങളുള്ള PSLVയുടെ ആദ്യ 3 ഘട്ടങ്ങൾ എരിഞ്ഞടങ്ങുമ്പോൾ റോക്കറ്റ് 720 കിലോമീറ്റർ ഉയരത്തിൽ എത്തിയിട്ടുണ്ടാകും. അവിടെ സ്കാറ്റ്സാറ്റ് 1 വിക്ഷേപിച്ച ശേഷം ഇരട്ട ദ്രവ എഞ്ചിനുള്ള 4ാം ഘട്ടം ഓഫ് ചെയ്യും. 2 മണിക്കൂറിന് ശേഷം വീണ്ടും പ്രവർത്തിപ്പിച്ചാണ് 670 കിലോമീറ്റർ ഉയരെ 2ാം ഭ്രമണപഥത്തിൽ മറ്റുപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സിംഗപ്പൂരിന്റെ ഉപഗ്രഹവും ജൂലൈയിൽ 22 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ജംബോ ദൌത്യത്തിലും ഈ റീസ്റ്റാർട്ട് സങ്കേതം പരീക്ഷിച്ചിരുന്നു. ആദ്യമായാണ് റീസ്റ്റാർട്ട് വിദ്യ ഉപയോഗിച്ച് 2 ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. ദൌത്യം വിജയിച്ചാൽ വിക്ഷേപണ ദൌത്യങ്ങളിൽ ഏറെ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുക. ഒരു വിക്ഷേപണത്തിന് 100 കോടി രൂപയാണ് ചെലവ്. ഇന്ത്യ 2009 വിക്ഷേപിച്ച ഓഷൻസാറ്റ് 1 2014 ഫെബ്രുവരിയിൽ പ്രവർത്തനരഹിതമായിരുന്നു. തുടർന്ന് നാസയുടെ റാപ്പിഡ് സ്കാറ്റിനെയാണ് ഇന്ത്യ 2 വർഷമായി ആശ്രയിക്കുന്നത്. അതിനു പകരമാണ് സ്കാറ്റ്സാറ്റ്. വായുമർദ്ദ വ്യതിയാനങ്ങൾ നിരീക്ഷിച്ച് കൊടുങ്കാറ്റിന്റെ ഗതി സ്കാറ്റ്സാറ്റ് കണ്ടെത്തും. 5 വർഷമാണ് കാലാവധി. ന്യൂസ് ഡെസ്ക്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ കാസർഗോഡ് ബെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡ് കേന്ദ്ര സർക്കാർ കൈയൊഴിയുന്നു. ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. കേരള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനെ കേന്ദ്ര നവരത്ന കമ്പനിയായ ബെല്ലിൽ ലയിപ്പിച്ചാണ് സംയുക്ത സംരംഭം തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും വ്യവസായ പുരോഗതിക്ക് കനത്ത ആഘാതമേൽപ്പിക്കുന്നതാണ് ബെൽ ഇലക്ട്രിക്കൽസ് മെഷീൻസ് ലിമിറ്റഡിൽ നിന്നും പിന്മാറാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 2011 അന്നത്തെ LDF സർക്കാർ മുൻകൈയെടുത്താണ് കെൽ കാസർഗോഡ് യൂണിറ്റ് ബെല്ലിൽ ലയിപ്പിച്ചത്. 51% ഓഹരി കേന്ദ്ര സർക്കാരിനും 49% സംസ്ഥാനത്തിനുമാണ് ധാരണപ്രകാരം അനുവദിച്ചത്. ഡയറക്ടർ ബോർഡിൽ 4 അംഗങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതാണ്. ഒരാൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധി. മാനേജിംഗ് ഡയറക്ടറും കേന്ദ്ര സർക്കാർ നോമിനിയാണ്. ലയനം നടന്ന് 5 വർഷം പിന്നിട്ടെങ്കിലും യാതൊരു പുരോഗതിയും ഈ കാലയളവിൽ ഉണ്ടായില്ല. ഇതിനിടയിലാണ് ബെൽ സംയുക്ത സംരംഭ കരാറിൽ നിന്നും പിന്മാറാൻ താൽപ്പര്യമറിയിച്ച് കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വ്യവസായ മന്ത്രി കത്തെഴുതിയത്. മുൻ UDF സർക്കാരിന്റെ കാലത്ത് കാര്യമായ ഇടപെടലുകൾ ഇല്ലാതിരുന്നത് ഇങ്ങനെയൊരു സ്ഥിതി സംജാതമാകാൻ കാരണമായിട്ടുണ്ട്. P. കരുണാകരൻ MP നിരവധി തവണ കമ്പനിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിയെങ്കിലും കാര്യമായ പ്രതികരണമുണ്ടായില്ല. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ഉറച്ചുനിന്നാൽ കമ്പനിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 29 ദിവസം നീളുന്ന സമ്മേളനത്തിൽ കിഫ്ബി രൂപവൽക്കരിക്കാനുള്ള നിയമം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബിൽ എന്നിവ പരിഗണിക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും സഭയിലിരിക്കുക. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള 2ാമത്തെ നിയമസഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കം കുറിക്കുന്നത്. നവംബർ 10 വരെയാണ് സമ്മേളനം. 2016-17 ബജറ്റ് പൂർണ്ണമായി പാസാക്കുകയാണ് സഭാ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ബജറ്റിന്റെ ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമായി 13 ദിവസമാണ് മാറ്റിവച്ചിരിക്കുന്നത്. അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി 5 ദിവസവും മാറ്റിവച്ചിട്ടുണ്ട്. നാളെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബിൽ, കേരള അടിസ്ഥാന നിക്ഷേപനിധി ബില്ലുകളുടെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയവും പരിഗണിക്കും. 2 ബില്ലുകളും ഈ സമ്മേളന കാലയളവിനുള്ളിൽ തന്നെ പാസാക്കും. നിയമസഭാ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ സഭയ്ക്കുള്ളിൽ ചർച്ച നടത്തുന്ന രീതി ഈ സമ്മേളനത്തിൽ ആരംഭിക്കും. സാധാരണ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകളാണ് ശ്രദ്ധേയമാകുന്നതെങ്കിൽ ഇത്തവണ കേരള കോൺഗ്രസ് പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതാകും അസാധാരണത്വം. UDF വിട്ട് 6 MLAമാർ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമിടയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്നത് സമീപകാല നിയമസഭാ ചരിത്രത്തിൽ പുതുമയാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിൽ തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ കക്ഷി ചേരും. കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ചെപ്പടി വിദ്യകളൊന്നും വില പോവില്ലെന്നും സ്ത്രീകളെ വഞ്ചിച്ച കേസിൽ 1ാം പ്രതിയാണ് വെള്ളാപ്പള്ളിയെന്നും VS ആരോപിച്ചു. ദേശസാൽകൃത ബാങ്കിങ്ങിൽ നിന്ന് കോടാനുകോടി രൂപയാണ് എടുക്കാവുന്ന വിധത്തിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയും എടുത്ത് നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും വഞ്ചിച്ചു കാണും. പുരുഷന്മാരുടെ സേവനം നടത്തുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയും ഞാൻ സേവനം നടത്തുന്നത് അവരെ വഞ്ചിക്കുന്ന സേവനമാണ് എന്നാണ് ഈ 80 ലക്ഷത്തിൻ്റെ തട്ടിപ്പ് പുറത്തു വരുന്നതോടുകൂടി
ഉണ്ടായിരിക്കുന്നത്. വാർത്തകളിലേക്ക്. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ്. ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് സുതാര്യമാണ്. മെറിറ്റ് അട്ടിമറിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും മന്ത്രി കോട്ടയത്ത് പ്രതികരിച്ചു. ഏത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഒരാളുടെ പിടിവാശി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആരും പിടിവാശിയൊന്നുമില്ല. അപ്പുറത്തും ചില സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരസ്പരം ചർച്ച ചെയ്ത് തീർത്താൻ സർക്കാർ തയ്യാറാണ്. സമരക്കാരുടെ ആരോപണം അന്യസംസ്ഥാനത്തുള്ള വിദ്യാഭ്യാസ ലോകയെ സഹായിക്കാൻ ഇല്ല, പല ആരോപണമുണ്ടോ, അത് നോക്കേണ്ട കാര്യം. ഞാൻ സർക്കാരിന്റെ കാര്യം പറഞ്ഞത്, സർക്കാർ എപ്പോഴും സുതാര്യമാണ്, ഫ്രീ ആണ്, ഏത് ചർച്ചയ്ക്കും തയ്യാറാണ്, ഏത് പ്രശ്നവും തീർക്കാനും ആരെയും അത് ബോധ്യപ്പെടുത്താനും സർക്കാർ തയ്യാറാണ്. ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നേടി പ്രവർത്തിച്ചുവന്ന തോട്ടം അടച്ചുപൂട്ടിയിട്ട് 18 വർഷം പിന്നിടുമ്പോൾ തൊഴിലാളികളുടെ ദുരിതം തീരുന്നില്ല. ഇടുക്കി പീരുമേട്ടിലെ പീരുമേട് ടീ കമ്പനിയിൽ ജോലി നോക്കിയ 100 കണക്കിന് തൊഴിലാളികളാണ് ചോർന്നൊലിക്കുന്ന ലയത്തിൽ അന്തിയുറങ്ങുന്നത്. ഹാരിസൺ മൂങ്കിലത്തോട്ടം കൂടി അടച്ചുപൂട്ടിയതോടെ ഭാവി ജീവിതത്തെക്കുറിച്ച് കടുത്ത ആശങ്കയിലാണ് തൊഴിലാളികൾ. ഇടുക്കി പീരുമേട് താലൂക്കിൽ 1998 അടച്ചുപൂട്ടിയ പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളാണ് ദുരിതം പേറുന്നത്. കടുത്ത ദാരിദ്ര്യത്തിൽ തൊഴുത്തിന് സമാനമായ ഇടത്താണ് ഇക്കൂട്ടർ അന്തിയുറങ്ങുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഇവർ കഴിയുന്ന ലയങ്ങൾ ആകെ തകർന്ന നിലയിലാണ്. കമ്പനി പൂട്ടിയതോടെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും നിലച്ചു. 18 വർഷമായി പൂട്ടിക്കിടക്കുന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ വന്നതോടെ ജീർണിച്ച് നിലംപൊത്താറായ സ്ഥിതിയിലാണ് ഇവർ താമസിക്കുന്ന ലയങ്ങൾ. ഇതുവരെ 5 മാസം 6 മാസം വീതിയും കൊടുക്കാനുണ്ട്, സെലവാസം കിട്ടാനില്ല. ഈ ലയം നോക്കാന്ന് പറഞ്ഞ് ഈ ലയം നോക്കുന്നത് ലയം മൊത്തം ഇടിഞ്ഞു കിടക്കുക. കുട്ടികളെ താമസിക്കാൻ പറ്റത്തില്ല, പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ പണിയില്ലാതെ, ഈ എഷടി പണിയില്ലാതെ അടുത്ത സ്ഥലത്തിലാണ് ഞങ്ങൾ പണി ചെയ്യുന്നത്. തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയും വീടും നൽകുമെന്ന പുതിയ സർക്കാരിന്റെ വാക്കുവിശ്വസിച്ചാണ് ഇവിടുത്തെ പാവം തൊഴിലാളികൾ കഴിയുന്നത്. ഹാരിസൺ മലയാളത്തിന്റെ മൂങ്കിലാർ തോട്ടം കൂടി അടച്ചുപൂട്ടിയതോടെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുന്നു. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളി കുടുംബങ്ങളെ നിത്യപട്ടിണിയിലേക്ക് തള്ളിയിട്ടാണ് തോട്ടം മേഖലയിൽ തേയിലത്തോട്ടങ്ങൾ അടച്ചുപൂട്ടുന്നത്. ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ, യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത്തരത്തിൽ തോട്ടങ്ങൾ സ്വകാര്യ വ്യക്തികൾ അടച്ചുപൂട്ടുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി.